ഇതാണ് പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ആദ്യ കവാടം. ആദ്യ കവാടത്തിൽ തന്നെ ഒരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കേരളത്തെ തോൽപ്പിച്ചതിന് ശേഷം രാജരാജ ചോളൻ കെട്ടിയതാണ് ഈ കവാടം. ഈ കാണുന്ന കവാടത്തോട് ചേർന്നൊരു ചുറ്റുമതിലുണ്ട്. ചുറ്റുമതിലിന് താഴെയായി ഒരു തോട് സ്ഥിതി ചെയ്യുന്നുണ്ട്. പണ്ടുകാലത്ത് ഇവിടെ മുതല പോലുള്ള പല ജന്തുക്കളും ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. ഓരോ കവാടങ്ങളിലും പലതരം ശില്പങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് മുമ്പായി ക്ഷേത്രത്തിൻ്റെ ഒരു മുഴുവൻ രൂപരേഖ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ആദ്യം കാണുന്ന ഏതൊരു വ്യക്തിയും ഈ കവാടം പോലും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. ആദ്യ കവാടം കഴിഞ്ഞ് രണ്ടാമത്തെ കവാടത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കവാടത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പല രീതിയിലുള്ള ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിൽ പലതും ഒറ്റക്കൽ ശില്പങ്ങളാണ്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തോട്ട് കടക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഈ കാണുന്നതാണ് ബൃഹദേശ്വര ക്ഷേത്രം. മുന്നിൽ വലിയൊരു തറയുടെ മുകളിൽ ഒരു കൽപ്പന്തൽ കാണാം. നന്ദി മണ്ഡപമാണത്. നൂറുകണക്കിന് കൽത്തൂണുകളോടടങ്ങിയ നടപ്പന്തലാണ് ഇരുവശങ്ങളിലും കാണാൻ വേണ്ടി കഴിയുന്നത്. ഒറ്റക്കൽ കരിമ്പാറയിൽ കൊത്തിയെടുത്ത നന്ദിയുടെ ഭാരം എന്ന് പറയുന്നത് 25 ടണ്ണാണ്. നന്ദി മണ്ഡപമാണ്. ഭക്തർ പ്രധാന ക്ഷേത്രത്തിൽ കടക്കും മുമ്പ് നന്ദി ഒന്ന് വണങ്ങാറുണ്ട്. ഈ കാണുന്നതാണ് ക്ഷേത്ര ഗോപുരം. നന്ദി ഗോപുരത്തിന് മുകളിലായി ചില ചിത്രപ്പണികളെല്ലാം തന്നെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ പതിയെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തോട്ട് സഞ്ചരിക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നത് ചവിട്ടുപടികൾ കടന്നാണ്. ക്ഷേത്രത്തിനകത്ത് ഇരുവശങ്ങളിലായി ഒറ്റക്കൽ തൂണുകൾ കാണാൻ വേണ്ടി സാധിക്കും. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഇതാണ് ക്ഷേത്രത്തിന്റെ പിൻവശം. പിൻവശത്തായി ഒരു വേപ്പുമരവും ഒരു കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിനകത്തെ പ്രധാന വിഗ്രഹം ശിവലിംഗമാണ്. 20 ടൺ ഭാരമുള്ള ശിവലിംഗമാണത്. ഈ ക്ഷേത്രത്തിന്റെ കുംഭത്തിന്റെ ഭാരം 80 ടണ്ണാണ്. ഈ ഗോപുരത്തിന്റെ നേരിൽ തറയിൽ പടില്ല എന്നുള്ളതാണ് പുരാണം. അതിനുള്ള കാരണം ഗോപുരത്തിന്റെ കല്ലുകൾ ക്രമീകരിച്ചിട്ടുള്ള രീതി തന്നെയാണ്. ഒരു പടുകൂട്ടൻ ഗോപുരം തന്നെയാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലുകളിലാകത്തിന്റെ നന്ദി ശില്പങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഈ കാണുന്നതാണ് പ്രാചീന തമിഴ് ഭാഷ. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഭാഷയാണിത്. ഈ ഗോപുരകുംഭം കെട്ടിയിട്ടുള്ളത് ഇന്ന് കാണുന്ന ഒരു ടെക്നോളജിയും ക്രെയിന് പോലും ഇല്ലാത്ത കാലഘട്ടത്താണ്. ഈ ഗോപുരത്തിന് ചുറ്റും 6 കിലോമീറ്റർ സ്ലോപ്പായി ഭിത്തി കെട്ടി അതിലൂടെ ആനയെ കൊണ്ട് വലിച്ചിട്ടാണ് ഈ കുംഭം മേലെ കയറ്റി എന്നാണ് അറിയപ്പെടുന്നത്. രാത്രി നേരത്തെ കാഴ്ചയാണിത്.